നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം, അറിയണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം മകൻ നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതുഫലത്തെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. വിദ്വാൻ വിനീതശീലോ സ്ഥിരവൈരി സജ്ജനസ്തുത ശൂരഃ ബഹുഭൃത്യധനോഭോഗി സുരപിതൃഭക്തോ മഹോദ്യമഃ പിത്രേ എന്നാണ്. അതായത് മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്വാനായും ഏറ്റവും ഒതുങ്ങിയ സ്വഭാവത്തോടു കൂടിയവനായിട്ടും സ്ഥിരമായി ശത്രുക്കളുള്ളവരായിട്ടും സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവരായിട്ടും ശൂരരായിട്ടും വളരെ ഭൃത്യന്മാരും ധനവുമുള്ളവരായിട്ടും ദേവന്മാരിലും പിതൃക്കളിലും ഭക്തിയുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. കൂടാതെ ഏറ്റവും ഉത്സാഹശീലരായിട്ടും ഭവിക്കും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം 11ലും 12ലുമായിട്ടാണ് മകൻ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം സഞ്ചരിക്കുന്നത്. ശനിയാകട്ടെ 8ലാണ്. രാഹു 7ാം ഭാവത്തിലും ജന്മരാശിയിൽ കേതുവും നിൽക്കുകയാണ്. രാഹുകേതുക്കൾക്കും ശനിക്കും ഈ വരുന്ന പുതുവർഷത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ജീവിത വിജയത്തിന് മകൻ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയണം. എന്നാൽ ചില സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടാകും. ചിരകാല അഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക വളർച്ചയുടെ നല്ല പാതയിൽ എത്തുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളുടെ നല്ല പിന്തുണയുണ്ടാകും. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. തൊഴിൽ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. വീട്, ഫ്ലാറ്റ് തുടങ്ങിയ കാര്യങ്ങളും ആഡംബര വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെയൊക്കെ സാമ്പത്തിക സഹായവും കൈവരുന്നതാണ്. പ്രണയകാര്യത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമാകണമെന്നില്ല. തൊഴിൽപരമായിട്ടോ മറ്റു കാരണങ്ങളാലോ ഒക്കെ ദമ്പതികൾ ഇരുവരും അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. സന്താനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ സഹായികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മകൻ നക്ഷത്രക്കാർക്ക് പുതുവർഷം വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂര നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.